ഫാമിലിയിലെ എല്ലാവർക്കും ടോബർമോറി പാർട്ട് 2ലേക്ക് സ്വാഗതം. ഹായ്. ഇപ്പൊ ഇന്ന് നമ്മളെ സെക്കൻഡ് ഡേ ആണ്. ഇപ്പം ഞങ്ങളുടെ ഉറക്കം തൂങ്ങിയ മുഖമാണ് നിങ്ങൾ കാണുന്നത്. കാരണം ഞങ്ങൾ കുളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്താണ് കുളിക്കാത്തത് ഡൗട്ട് ഉണ്ടാവും. അതുകൂടി ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇന്ന് ഞങ്ങൾക്ക് ഹൈക്കിംഗ് ഉണ്ട്. എത്ര കിലോമീറ്റർ ഹൈക്കിംഗ് ആണ്? 6 kilometer one way. 6 kilometer one way. അപ്പോൾ എത്ര നേരം എടുക്കും? 1 hour 15 minutes. യെസ്. അപ്പോൾ നല്ലൊരു അടിപൊളി ഹൈക്കിംഗ് ആണ് അർത്ഥം. അപ്പോൾ എന്തായാലും കുളിച്ച് ഒരുങ്ങി പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങളപ്പോൾ ആകെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇത്തിരി സൺസ്ക്രീനൊക്കെ തേച്ച് ഇങ്ങനെ അവളുടെ ഷർട്ടിൽ എഴുതിയിരിക്കുന്നത് ചിക്കൻ ഡസന്റ് മാറ്റർ ആൻഡ് വൺ ഓഫ് അവർ ഫേവറേറ്റ് തിങ്സ്. അതെ. ഇവള് ഓക്കെ, അത് എടുത്ത് പറയാൻ കാരണം സിദ്ധാർത്ഥന്റെ ഷർട്ടാണ്, അതുകൊണ്ടാണ്. എന്റെ ഷർട്ടാണ്. ഗൈസ്, ഇഫ് യു ഗെറ്റ് മാരീഡ് ബി റെഡി ഫോർ വാർഡ്രോബ് ടു ബി ransacked. എല്ലാം എടുക്കും. അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്, ലൂസായി കിടക്കും. അതുകൊണ്ട് പിന്നെ അവർ ഇടുമ്പോൾ ക്യൂട്ടാണ്. അതൊരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. അതെ. അപ്പോൾ നമ്മളങ്ങനെ ക്യൂട്ട്നെസ് കാണിച്ചാണ് ഇവരെ കൊണ്ട് സാധനങ്ങൾ തിരിക്കാൻ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ഡേ തുടങ്ങുകയാണ്. ഇത് വളരെ കൗതുകകരമായിട്ടുള്ള വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. 2 ദിവസം ജിമ്മിൽ പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ള വിഷമത്തിൽ വളരെ കഷ്ടപ്പെട്ടതാ പുഷപ്പ് എടുക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെയാണ് നിങ്ങളവിടെ കാണുന്നത്. എന്തായാലും സെക്കൻഡ് ഡേ തുടങ്ങുകയാണ്. ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അറിയില്ല. അപ്പോൾ ഹൈക്കിങ്ങും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് ഹൈക്ക് ചെയ്യാം. എന്തായാലും കാണാം. അപ്പം നമ്മൾ ഹൈക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2-3 കാറുകളിലായിട്ടാണ് പോയത്, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. ഇവിടുന്ന് നമ്മളുടെ സ്റ്റേജ് നടത്തുന്ന കുറച്ച് ദൂരേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പോയിട്ട് നമ്മളിതാ ഇവിടെ എൻട്രി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ എൻട്രി സ്ഥലത്തിൻ്റെ പേര് ഹാഫ് വേ ലോഗ് ഡംപ് എന്നാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഹൈക്കിംഗ് ബേസിക്കലി. അപ്പോൾ അവിടെ ആ എൻട്രി നിങ്ങളിപ്പോൾ അവിടെ കാണുന്നില്ലേ, ഒരു വുഡൻ പോലുള്ള ആ സ്ഥലത്ത് നമുക്ക് വാട്ടർ റീഫിൽ ചെയ്യാം, അല്ലെങ്കിൽ വാഷ്റൂംസ് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോണത്. ഇതാ ഇവിടെ ഹാഫ് വേ ലോഗ് ഡംപ് എന്ന് കണ്ടില്ലേ, ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ വാർണിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബെയർ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ആൽക്കഹോളും കാനബിസും വേറെ ഡ്രഗ്സും ഒന്നും ഉള്ളിലേക്ക് കയറാൻ പാടില്ല എന്നുണ്ട്. അതുപോലെ ഈ ഏരിയ 10 PM ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. പിന്നെ ക്യാമ്പിംഗ് ഒന്നും ഉള്ളിൽ പറ്റില്ല. അങ്ങനെയുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതിയിട്ടുള്ളൊരു പോസ്റ്റർ പോലെ ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാവരും വായിക്കാൻ തന്നെ വേണം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരുപാടുണ്ട് ഇതിൽ. ഈ പാർക്കിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫൈനാണ് കേട്ടോ. അതുപോലെ ഇവിടെ മഷ്റൂം ഹാർവെസ്റ്റിംഗ് പ്രൊഹിബിറ്റഡ് ആണ്. ഉള്ളിൽ മഷ്റൂംസ് ഉണ്ടാവും, പക്ഷെ അത് ഹാർവെസ്റ്റ് ചെയ്യാൻ പാടില്ല. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ക്ലീൻ ആയിരിക്കണം. ഇവിടുത്തെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഉള്ളിലത്തെ ഡീറ്റെയിൽസ് ഒക്കെ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൻ്റെ. ഇതാണ് ബ്രൂസ് പെനിൻസുല. So we are surrounded by water all around and we are currently at halfway log dump and ഇവിടെ നമ്മൾ തുടങ്ങുകയാണ്. And let's see, സമയം അനുസരിച്ച് നമ്മൾ ഗ്രോട്ടോ എത്തും. അതർവൈസ് ഓൺ ദ വേ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചു. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കുറച്ച് ദൂരം എത്തിയിട്ടേ ഉള്ളൂ. ഇനിയും കുറേ പോവാണ്ട്. 800 meters കഴിഞ്ഞിട്ടുള്ളൂ. അതെ, ഇനിയും കുറേ പോവാണ്ട്. നിങ്ങൾ എൻ്റെ ഈ തൊപ്പീനെ ജഡ്ജ് ചെയ്യരുത്. വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി മാത്രം വെച്ചതാണ്, ഭംഗിക്ക് വെച്ചതല്ല. ഇപ്പോൾ അവിടെ എന്താ തലയിൽ തൂങ്ങുന്നത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്. എനിക്കറിയാം ഇത് മറ്റേ കിലുക്കത്തിൽ രേവതീൻ്റെ തൊപ്പി പോലെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റെ ഉദ്ദേശം വെയിൽ കൊള്ളാതിരിക്കുക മാത്രമായതിനാൽ എടുത്തിട്ടതാണ്. വീണ്ടും അങ്ങനെ നമ്മൾ ഡിറക്ഷൻ ചാർട്ടും അതുപോലെ ഇവിടെ ഇതാ വാർണിംഗ്, വാട്ടർ സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കാണാനുള്ളൊരു സൈറ്റ് സീയിങ് പോയിന്റ് പോലെയാണ്. ആ ഹോൾ ഹൈക്കിങ്ങിൽ ഒരുപാട് പോയിന്റ്സ് ഇങ്ങനെ ഉണ്ട്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സൈറ്റ് സീയിങ് പോയിന്റ്. വെള്ളമൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന പോലെ എനിക്കിങ്ങനെ ഞാൻ നടന്നു പോകുമ്പോൾ ബാക്കിലേക്ക് കൂടി ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ തോന്നിയിട്ടോ. അങ്ങനെ ഞാൻ ചോദിച്ചൊരു വീഡിയോ ഒക്കെ എടുപ്പിച്ചു. ഇങ്ങനെ ഒരു മാപ്പ് കിട്ടും കേട്ടോ. ഇത് നോക്കിയിട്ട് നമുക്ക് പോവാം. ഗ്രോട്ടോയിലേക്ക് എത്തണമെങ്കിൽ ക്ലിയർ ആയിട്ടല്ലേ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഇത് നോക്കിയിട്ട് പോയാൽ മതി. ഡിസ്റ്റൻസും ഹൈക്കിംഗ് ഡിസ്റ്റൻസും അതിൻ്റെ ഒരു ചാർട്ട് തന്നെ ഉണ്ട്. ഗ്രോട്ടോ ഇവിടെയാണ്. നമ്മളിവിടെ ഹാഫ് ലോഗ് ഡംപിന്റെ എഡ്ജിലാണ് എത്തിയിട്ടുള്ളത്. ട്രെയിനിങ് ഇങ്ങനെ ഇതുവരെ പോകും. നമ്മളിനി കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ഇത്രയാണ് അല്ലേ? ഇവിടെയാണ് എത്തേണ്ടത്.
ഇപ്പം കറക്റ്റ് മറ്റേ ഒരു ഭ്രാന്തി ലുക്ക് വന്നെങ്കിലും നിവർത്തികേട് കാരണം ഞാൻ തൊപ്പിയും കൂളേഴ്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ എനിക്കത് മാച്ചാവുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഞാൻ വെക്കുന്നത് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഗൈസ്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴേക്കും ട്രെയിൽ ഭയങ്കര നാരോ ആയതുപോലെ ഉണ്ട്. അവിടെ എന്തോ ഭയങ്കര സംഭവം കണ്ടിട്ട് ആരൊക്കെയോ ആർത്ത് വിളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. എൻ്റെ ശബ്ദത്തിലെ ചെറുതായിട്ടുള്ള കിതപ്പ് നിങ്ങൾ മൈൻഡാക്കണ്ട, അത് കുറച്ച് ദൂരം നടന്നതിൻ്റെയാണ്. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ പോകാനായിട്ട്. ഈ വഴി നല്ല രസമുണ്ട്. ഇപ്പം ഞങ്ങൾ ബഗ് സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് കാറിലായിപ്പോഴും. അപ്പം ഇവിടെ ആർക്കും, ഞാൻ ഒഴികെ ആർക്കും ബഗ്സിനെ ഇഷ്ടമല്ലാത്തതിനാൽ എല്ലാവരും സങ്കടത്തിലാണ്. എൻ്റെ ഹസ്ബൻഡിന് ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് വലിയ പ്രശ്നമില്ല. 8 കാലി ഒഴികെ ബാക്കി ഒന്നിനോട് എനിക്ക് വലിയ എതിർപ്പില്ല. അതുകൊണ്ട് അത്യാവശ്യം അടുത്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തതിനാൽ എല്ലാവരും സങ്കടപ്പെടുന്നുണ്ട്. എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്തായാലും മറക്കാതെ എടുക്കാൻ ശ്രമിക്കുക. ഇവിടെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ വരുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാം. ഇതൊരു സൈഡിലേക്ക് ഇവിടെ വന്നപ്പം ഇങ്ങനൊരു വ്യൂ ആണ് കിട്ടുന്നത്. This guy don't mind being in the video, so I'll introduce him. What is your name? Hi, I'm Aditya. വെള്ളത്തിൻ്റെ ഭംഗി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല ക്ലിയർ വാട്ടറാണ്. ആ ഒരു ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ തന്നെ. പിന്നെ ആകാശവും അതെല്ലാം കൂടി ഒരു അടിപൊളി കോമ്പോ. ആ ഒരു കോമ്പോ വന്നപ്പോഴേക്കും ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത്. അപ്പം ഞങ്ങളൊരു നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളുടെ ഹൈക്കിംഗ് പിന്നെയും കണ്ടിന്യൂ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ദൂരോടെ പോകാനുണ്ട്. നമ്മുടെ ടൈം അനുസരിച്ച് നമ്മൾ ഗ്രോട്ടോ എത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാം. പോകുന്ന വഴിക്ക് ഇങ്ങനെ വലിയ വലിയ ഹോൾസ് ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര സൂക്ഷിക്കണം. ഇത് ആക്ച്വലി ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൊന്നും പറഞ്ഞു കണ്ടില്ല. പിന്നെ ഡ്രൈവിംഗ് പണ്ടേ ഇഷ്ടമുള്ള ഞാനൊന്ന് ചെറുതായിട്ട് അവിടെ ഒന്ന് കാറൊക്കെ ഒന്ന് മുന്നോട്ടും പിന്നോട്ടും ഒക്കെ ഒന്ന് എടുത്ത് നോക്കി. കിട്ടുന്ന ചാൻസുകളൊന്നും ഞാൻ ഒഴിവാക്കാൻ പാടില്ലല്ലോ. അപ്പം നമ്മളുടെ ഇന്നത്തെ നല്ല അടിപൊളി ഹൈക്കിംഗ്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അതെ ബ്രൂസ് ട്രെയിലെ ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ എയർബിഎൻബി കാണാം. അതാണ് ഡെക്ക്, വ്യൂയിങ് ഡെക്ക്. അതെ, ഇവിടെ ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു വ്യൂ കാണാനാണ് കേട്ടോ. ഈ ഒരു സൺസെറ്റ് വ്യൂ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റോടെ ഇന്നത്തെ ഡേ അവസാനിക്കും. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. നമ്മളെ ഇന്ത്യയിൽ സൺസെറ്റ് ചെയ്യുന്നത് ഏകദേശം 6:30 ആ ടൈമൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പം ഇവിടെ നിങ്ങൾക്ക് എത്ര ബ്രൈറ്റ് ആണെന്ന് കാണുന്നുണ്ട് അല്ലേ? പക്ഷേ ഇപ്പോഴത്തെ ടൈം എത്രയാണ്? യെസ്, സി ഇപ്പം ടൈം എന്ന് പറയുന്നത് 8:32 PM ആണ്. അപ്പോൾ ഇത്രയും ബ്രൈറ്റ് ആണ്. അപ്പം ഞങ്ങളിവിടെ May 21 എത്തി. വന്നിട്ട് കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഭയങ്കര ഡിഫറൻസ്. രാത്രി ആയാലും നമുക്ക് പുറത്തിറങ്ങി നടക്കാം, ഒരു കുഴപ്പമില്ല, ഇത്രയും ബ്രൈറ്റ് ആണ്. അപ്പം ഇവിടെ സൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആവും. നമ്മൾ അതെ, because we are so high up latitude, very high latitude. ഈ സൺറൈസും സൺസെറ്റും ഒക്കെ മനുഷ്യർക്ക് ലഹരി എന്ന് പറയണത് വെറുതെ അല്ല കേട്ടോ. എത്ര കണ്ടാലും മതിവരാത്ത എന്തോ ഒന്ന് പ്രകൃതിക്കുണ്ട് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒരു നല്ല ദിവസം അവസാനിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ല വേറെ എന്ത് കാഴ്ചയുള്ളതല്ലേ. അങ്ങനെ ഞങ്ങളൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഒക്കെ കണ്ടു. പിന്നെ പണ്ട് ഏതോ കവി പറഞ്ഞതുപോലെ ആ തിരമാലകൾക്ക് കല്ലുകളോട് പറയാനുള്ള സ്വകാര്യം, അതും ഞങ്ങൾ കേൾക്കാൻ ശ്രമിച്ചു. എന്നാലും അവർക്ക് മാത്രം മനസ്സിലാവുന്ന ഭാഷയിലായതുകൊണ്ട് തന്നെ അത് കാണാൻ മാത്രം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് 3rd ഡേ ആണ് ട്രിപ്പിന്റെ. ലാസ്റ്റ് ഡേ. അതെ, ലാസ്റ്റ് ഡേ. ഇന്ന് എന്താ മെയിൻ അട്രാക്ഷൻ?
flower pot island പോവാണ് via cruise. So we are going from the Bruce Peninsula, which is surrounded by water all over, to a small island called Flower Pot Island. അതെ. സോ ഞാനിവിടെ ക്രൂസിൻ്റെ ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. അപ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ ക്രൂസ് എക്സ്പീരിയൻസ് നമ്മൾ ക്രൂസിനകത്തുനിന്നും പുറത്തുനിന്നും പറയുന്നതായിരിക്കും അല്ലേ? ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ കയറാൻ പോകുന്ന ക്രൂസും മറ്റു ബോട്ട്സും ഒക്കെ ഡോക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടേക്ക് നടന്നു വന്നതിന് ശേഷം കാറൊക്കെ പാർക്ക് ചെയ്യുന്ന വേറെ പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്ത് ഇവിടെ നടന്നു വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൂ ഹെറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു ക്രൂസ് ആട്ടോ. അവരുടെ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നല്ല ക്രൂസായിരുന്നു. നമ്മൾ ബ്ലൂ ഹെറോൺ ചൂസ് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് കയറിയത്. അങ്ങനെ ചാപ്പകുത്തിന് ശേഷം ഞങ്ങൾ മെല്ലെ ഞങ്ങൾ ക്രൂസിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. 1 by 1 ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ കയറി. പിന്നെ ക്രൂസിൽ കണ്ട കാഴ്ചകളൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ശരിക്കും വർത്ത് വാച്ചിങ് ആണ്. 1 ടൈം എന്തായാലും ഇവിടെ കാനഡ ഉള്ളവർ കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ടോബർമോറി. അതുപോലെ ഈ ഫ്ലവർ പോട്ട് ഐലൻഡിലേക്കുള്ള ഈ ഒരു ക്രൂസ് യാത്രയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. ആ വെള്ളം ഇതിപ്പം ഈ ഒരു ജൂലൈ ടൈമിലാണെങ്കിൽ പോലും ആ വെള്ളത്തിന് നടുക്കായതുകൊണ്ട് നല്ല തണുത്തൊരു കാറ്റായിരുന്നു. പിന്നെ ഇവർ എല്ലാത്തിനും എക്സ്പ്ലനേഷൻ തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എനിക്ക് ബ്ലൂ ഹെറോണിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അവർ പോകുന്ന വഴിക്കുള്ള ഓരോന്നിനെക്കുറിച്ചും എക്സ്പ്ലനേഷൻസ് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ ഫ്ലവർ പോട്ട് ഐലൻഡിൻ്റെ അടുത്തെത്താറായി. ഇതാ സൈഡിലൊക്കെ കുറേ വീടുകൾ, കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കാണാം കേട്ടോ. പക്ഷേ ഞങ്ങൾക്കൊരു ഭയങ്കര ഡൗട്ടുണ്ടായി, ഈ വീടുകളിലുള്ളവരൊക്കെ എങ്ങനെയായിരിക്കും ടൗണിലേക്ക് എത്തണതെന്നുള്ളത്. അവർക്ക് ചിലപ്പം അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ബോട്ട് ഉണ്ടാവുമായിരിക്കും ഞങ്ങൾ പിന്നെ ഗസ് ചെയ്തു. കാരണം ഇവിടെ നിന്നൊക്കെ ടൗണിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഈസി ആയിരിക്കില്ലല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ഭീമൻ ക്രൂസ് കൂടെ കണ്ടു കേട്ടോ. ഭയങ്കര വലുതായിരുന്നു കാണാനായിട്ട്. എക്സ്പ്രഷൻ ക്രൂസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര വലിയൊരു ഷിപ്പായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ടോബർമോറി പാർട്ട് 1 പറഞ്ഞ ആ ഒരു ഷിപ്പറൊക്കെ കേട്ടോ. ആ സമയത്ത് നമുക്ക് കയാക്കിങ്ങിൻ്റെ സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിലും നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ക്രൂസിൻ്റെ സമയത്ത് ഇത് കാണാൻ പറ്റി. ഇത് പണ്ടൊരു സ്വീപ് സ്റ്റേക്സ് എന്ന് പറഞ്ഞൊരു ഷിപ്പ് ഉണ്ടായിരുന്നു. അത് ഓഗസ്റ്റ് 23, 1885 അത് ഒരു കോവ് ഐലൻഡിന് അടുത്തായിട്ട് തന്നെ ഒരു വലിയ റോക്കിൽ തട്ടി വീഴാനുണ്ടായത്. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മളുടെ ടൈറ്റാനിക്കിൻ്റെ ഫസ്റ്റ് സീനാട്ടോ ഓർമ്മ വന്നത്. Multi-layered lower rocks until eventually they separated from the escarpment behind. 12,000 years ago, the water level was 100 meters higher than it is today. And it is estimated that the flower pot rocks were formed within the past 2,000 years. ക്രൂസിൽ കുറച്ച് നേരം ട്രാവൽ ചെയ്തതിന് ശേഷം ഫൈനലി ഞങ്ങൾ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഫ്ലവർ പോട്ട് ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ട്രെക്കിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇതേപോലെ ഫ്ലവർ പോട്ട് ഐലൻഡിന് കൊടുത്തിട്ടുള്ളൊരു പോസ്റ്ററും ഇതേപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ മുന്നേ കണ്ട പോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുള്ളൊരു പോസ്റ്ററൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ ട്രെക്കിംഗ് തുടങ്ങി. ഇത് കുഞ്ഞു ട്രെക്കിംഗ് ആണ്, ഒരുപാട് വലുതല്ല, പക്ഷേ ഇതൊരു കുഞ്ഞു ട്രെക്കിംഗ് ആയിരുന്നു. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്, ചെറിയൊരു ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടതിന് ശേഷം കുറേ ഓർമ്മകളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ ടോബർമോറി ട്രിപ്പ് അവസാനിപ്പിച്ചു. ഞങ്ങളിതാ തിരിച്ച് ഞങ്ങളുടെ ടോബർമോറിയിലേക്ക് തന്നെ പോവാണ് കേട്ടോ. ഈ ഒരു ഐലൻഡിൽ നിന്ന് മെയിൻ ടോബർമോറി സ്ഥലത്തേക്ക് പോയിട്ട് അതോടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രിപ്പ് അവസാനിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഇനി ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബി എ പാർട്ട് ഓഫ് അവർ ചാനൽ ഇടിമിന്നൽ, ദ ടെയിൽ ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. താങ്ക് യു.